ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടി. ഡൽഹി കോർപ്പറേഷനിലെ 13 കൗൺസിലർമാർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. പുതിയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. പി ബസന്ത് ഡൽഹിയിൽ ചേരുന്നു. ബസന്ത്, ഇപ്പോൾ രാജിവെക്കുന്ന ഈ കൗൺസിലർമാർ അത് പ്രാദേശിക തലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളാണോ? അവർക്കൊപ്പം മറ്റ് പ്രവർത്തകരും കൂടി പാർട്ടി വിടുകയാണോ? പുതിയ പാർട്ടിയെ ആര് നയിക്കുന്നു? ഇപ്പോൾ 13 കൗൺസിലർമാരാണ്. അതായത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിലെ 13 പേരാണ് രാജിവെച്ചിട്ട് ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി എന്നൊരു പുതിയ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത്. മുകേഷ് ഗോയലാണ് അതിന്റെ നേതാവ്. അതായത് നിലവിലുള്ള കൗൺസിലർമാരുടെ നേതാവായ ആം ആദ്മി പാർട്ടിയുടെ തന്നെ നേതാവായ മുകേഷ് ഗോയലാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി എന്നുള്ളൊരു പുതിയ പാർട്ടിയും രൂപീകരിച്ചിട്ടുണ്ട്. മുകേഷ് ഗോയൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദർശ് നഗറിൽ നിന്നും ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന ആളാണ്. നേരത്തെ ഇപ്പോൾ നിലവിലുള്ള സഭയിൽ, അതായത് മുനിസിപ്പൽ കോർപ്പറേഷനിൽ BJPക്ക് ഭൂരിപക്ഷമുണ്ട്. BJPയുടെ മേയറാണ് ഭരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ 13 കൗൺസിലർമാരുടെ രാജി കൂടിയാകുമ്പോൾ BJPക്ക് വ്യക്തമായി തന്നെ കൗൺസിൽ ഒരു മേൽക്കൈ ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശരി, ബസന്താണ് വിവരങ്ങൾ നൽകിയത്.